ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വൈകുന്നേരം ചായക്കൊപ്പം വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം ചേർത്തിട്ട് വളരെ സൂപ്പർ ടേസ്റ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു മസാല ബോണ്ടയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇതുവരെ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല കൂട്ടം തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കടായി ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കടായി ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കടുകാണ്. കടുകിനോടൊപ്പം തന്നെ പിന്നെ വേണ്ടതാണ് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി. കടുകെല്ലാം ഒന്ന് പൊട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 2 പച്ചമുളക്. ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്തേക്കണം. അതുപോലെ തന്നെ ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ലൈറ്റായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരേ ഒരു സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ ഇതെല്ലാം ഒന്ന് വഴണ്ട് കിട്ടിക്കോളും. ഇതിൻ്റെ കളറെല്ലാം ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങട്ടെ, അതുവരെയും ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ നമ്മുടെ സവാളയെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വഴണ്ട് കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടി. അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ടതാണ് ഒരല്പം ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്, അതുകൂടി. തേങ്ങയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. തേങ്ങ ചേർത്തിട്ട് ഒരുപാട് സമയത്ത് വഴറ്റണം എന്നുള്ള ആവശ്യമില്ല. നന്നായിട്ട് തേങ്ങയെല്ലാം ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയാവും. ഇതുപോലെ ഈ ഒരു സമയം നമ്മൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, പിന്നീട് ഉപ്പ് ചേർക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് എല്ലാം ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ മസാലക്കൂട്ടെല്ലാം തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ദോശ ബാറ്ററാണ്. അതായത് നമ്മുടെ ഈ പച്ചരിയും ഉഴുന്നും കൂടി ചേർത്ത് അരച്ച മാവാണ്. ഇതിലേക്ക് നമുക്ക് നമ്മളിതാ തയ്യാറാക്കി മാറ്റി വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. 2 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ ദോശ ബാറ്റർ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിയിലയും കൂടിയാണ്. മല്ലിയിലേക്ക് പകരം നമുക്കിതിലേക്ക് കറിവേപ്പിലയും ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മസാലയ്ക്ക് മാത്രം ഉപ്പ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മാവിന് പ്രത്യേകിച്ച് ഉപ്പ് ചേർക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് ആയതിനു ശേഷം മാത്രം ഉപ്പ് ചേർക്കുമ്പോഴത്തേക്കും അത് കറക്റ്റ് അളവിലുണ്ടാവും. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല കട്ടിയായിട്ടുള്ള മാവ് വേണം നമുക്കിതിന് വേണ്ടിയിട്ട് വേണ്ടത്. അതായത് ഈ ഒരു കട്ടിക്ക് വേണം ഉണ്ടാവേണ്ടത്. കുറച്ച് ഉഴുന്ന് കൂടുതലായിട്ട് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോഴത്തേക്ക് നല്ലതുപോലെ ഇതിങ്ങനെ പൊങ്ങി വരും. ഉഴുന്ന് കുറവാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ കൂടി നമ്മളൊന്ന് ചേർത്ത് കൊടുത്തേക്കണം. അതുപോലെ തന്നെ വെള്ളം കൂടുതലാണ്, അതായത് നമ്മളിപ്പോൾ അരച്ചെടുക്കുമ്പോൾ വെള്ളം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരല്പം മൈദ മാവ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇതിപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. അതിൻ്റെ പേരിൽ ഇനി കൂടുതൽ നമ്മൾ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, മാവും ചേർക്കുന്നില്ല. ഇതുപോലെ നല്ല രീതിയിൽ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്കിതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നോ അങ്ങനെയൊന്നും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഒന്ന് എണ്ണയൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കയ്യിലേക്ക് ഒരല്പം മാവ് എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് കോരി ഒഴിച്ചു കൊടുത്താലും മതിയാവും.
നമ്മുടെ ഈ ദോശ ബാറ്റർ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അധികം പുളിക്കാത്ത മാവ് വേണം എടുക്കാനായിട്ട്. നല്ല പുളിച്ച മാവാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ആ ഒരു ടേസ്റ്റ് നമുക്ക് വരില്ല. അതിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള ആട്ടിയ ഉടനെയുള്ള മാവാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ നിന്ന് ഒരല്പം കൂടി കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് കളർ മാറിയിട്ട് അകം വേഗാതെ കിട്ടും. ഫസ്റ്റ് എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ടാവണം. അതിനുശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു ടിപ്പ് ആരും മറക്കരുത്. അതായത് നമ്മുടെ മാവിന് അധികം പുളി ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ പച്ചരിയേക്കാളും കുറച്ചുകൂടി കൂടുതലായിരിക്കണം ഉഴുന്ന് വേണ്ടത്. വെള്ളം കൂടിപ്പോകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ മാവിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഉഴുന്ന് ഇനിയിപ്പോൾ കുറവായിട്ടാണ്, അതായത് സമാസമായിട്ടാണ് നമ്മളിപ്പോൾ അരച്ചെടുക്കുന്നതെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇതിപ്പോൾ നല്ല രീതിയിൽ തന്നെ എല്ലാം ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഉൾഭാഗം നല്ല സോഫ്റ്റും പുറം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഇട്ടിരിക്കേണ്ട ആവശ്യമില്ല, ഇതെല്ലാം എടുക്കാവുന്നതാണ്. ഇതുപോലെ കുറച്ച് മാവും കൂടി ബാക്കിയുണ്ട്, അതുകൂടി നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ലൊരു ചട്നിയാണ് കേട്ടോ. തേങ്ങാ ചട്നിയാണ് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ ആയിട്ടുള്ളത്. വെള്ള ചമ്മന്തി എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചുമന്ന ചമ്മന്തി ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് എടുക്കാം. ഇനി ഒന്നും വേണ്ട, ചൂട് ചായയ്ക്ക് അപ്പോൾ നല്ല സൂപ്പറായിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ മസാല ബോണ്ടയെല്ലാം നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. വളരെ കുറച്ച് ചേരുവ വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരെയും എല്ലാവരെയും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.